നമസ്കാരം. ഇസ്രയേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ല എന്ന കുറിപ്പിന്റെ ഉറപ്പുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് വീണ്ടും ലോക തോൽവിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം വന്നത്. ഖത്തറിനു നേരെയാണ് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അറിയാതിരുന്ന ട്രംപ് ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഉറപ്പുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? നേരത്തെ ഖത്തറിനു നേരെ ആക്രമണം ഉണ്ടായിരുന്നപ്പോൾ ഇത് തന്റെ അറിവോടെയുള്ള ആക്രമണം അല്ലെന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ ഈ സമയത്ത് ഖത്തർ തങ്ങൾക്ക് നേരിട്ട നഷ്ടം എണ്ണി പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരായി ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഏകദേശം 50 മിനിറ്റ് മുമ്പ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിവരം അറിയിച്ചിരുന്നു. ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നുവെന്നും മിസൈൽ വിക്ഷേപണത്തിന് മുമ്പ് തന്നെ വൈറ്റ് ഹൗസിന് വിവരം ലഭിച്ചിരുന്നതായും 7 ഇസ്രായേലി ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനു നേരെ വ്യത്യസ്തമായ നിലപാടാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവതരിപ്പിക്കുന്നത്. മിസൈലുകൾ ഹമാസ് കേന്ദ്രത്തിലേക്ക് പറന്നതിനു ശേഷം മാത്രമാണ് ട്രംപിന് ഈ വിവരം ലഭിച്ചതെന്നാണ് അവരുടെ വാദം. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞ ഉടൻ ഖത്തറിനെ അറിയിക്കാൻ തന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിന് നിർദ്ദേശം നൽകി. അതായത് ഇസ്രയേലി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അമേരിക്കൻ സമയം രാവിലെ 8 മണിയോടെയാണ് നെതന്യാഹു ട്രംപിനെ വിളിച്ചിരുന്നു എന്നാണ്. രാവിലെ 8:51 ആദ്യ സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഏകദേശം 50 മിനിറ്റ് മുമ്പ് ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് അവകാശവാദം. മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപിന് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ വിവരം ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം എതിർത്തിരുന്നുവെങ്കിൽ അതായത് ഈ ഖത്തർ ആക്രമണം തടയായിരുന്നു. അമേരിക്കയ്ക്ക് വളരെ മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയ തലത്തിലും സൈനിക തലത്തിലും തുടർന്നുള്ള ചർച്ചകളിലും ട്രംപ് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്നാണ് മറ്റൊരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെക്കുന്നത്. അതേസമയം പ്രസിഡന്റ് ട്രംപ് ഈ ആരോപണങ്ങളെ പരസ്യമായി നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. ഇസ്രയേൽ ആക്രമണം മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ നടപടി അമേരിക്കയുമായുള്ള ബന്ധത്തിലെ സംഘർഷം സൃഷ്ടിച്ചു. ലോകത്തെ പ്രധാന മധ്യസ്ഥരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഖത്തറിനെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയ ട്രംപിന്റെ ജനപ്രിയതയ്ക്കും പ്രാദേശിക ബന്ധങ്ങൾക്കും ആഘാതം സൃഷ്ടിച്ചു. ഇസ്രയേലുമായി ഏകോപനം പാലിച്ചതിന് ചോദ്യങ്ങൾക്ക് ശക്തമാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആക്രമണത്തെ തുടർന്ന് നിരവധി അമേരിക്കൻ ഉദ്യോഗസ്ഥർ നെതന്യാഹുവിനോട് നീരസം പ്രകടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. എങ്കിലും ഇസ്രയേൽ ഇത് ഏകപക്ഷീയമായ നടപടി എന്നാണ് ആവർത്തിച്ച് പറയുകയും മുൻകൂർ അറിയിപ്പ് നൽകിയതിനെ നിഷേധിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ 5 ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു. ഈ സംഭവം അമേരിക്ക ഇസ്രയേൽ ബന്ധത്തെ ദോഷകരമായി ബാധിക്കുകയും ഖത്തറുമായുള്ള ബന്ധം വഷളാവുകയും ഇസ്രയേലിനെ അന്താരാഷ്ട്ര വേദികൾ ഒറ്റപ്പെടുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ തരംഗങ്ങൾ ഇനി ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച